മൈ ഡിയേഴ്സ്, ശ്രുതി ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മളോട് കവിതാ പൂരണം അല്ലെങ്കിൽ കവിത എഴുതുക, കവിത പൂർത്തിയാക്കുക എന്നീ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയിൽ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കവിത പൂർത്തിയാക്കണം. ഒരു മുൻവർഷ ചോദ്യമാണേ. വിവിധ വർണ്ണങ്ങളുടെ പൂന്തോട്ടങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മനോഹരമായ പൂന്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പൂന്തോട്ടത്തെക്കുറിച്ച് ഒരു കവിത എഴുതുക അല്ലേ? ഒരു കവിത എഴുതുക. തലക്കെട്ടും കൊടുക്കണേ എന്നാണ്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കവിത എഴുതാം. അതായത് ഒരു പൂന്തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ എന്തൊക്കെയാണ് പൂന്തോട്ടത്തിൽ ഉണ്ടാവുന്നതെന്നൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കവിത എഴുതാം കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെ ഞാൻ പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുത്തത്. അവിടെ വേണേൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് ആഹാ നല്ലൊരു പൂന്തോട്ടം, ആഹാ നല്ലൊരു പൂന്തോട്ടം, പൂക്കൾ നിറയും പൂന്തോട്ടം, പൂക്കൾ നിറയുന്ന പൂന്തോട്ടം, ശലഭം പാറും പൂന്തോട്ടം, പാറുക്കുട്ടിയുടെ പൂന്തോട്ടം. ഞാൻ വെറുതെ ഒരു പേരൊക്കെ കൊടുത്തതാണ്, പാറുക്കുട്ടിയുടെ പൂന്തോട്ടം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരാണ് കൊടുക്കേണ്ടെങ്കിൽ ആ പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ മനോഹരമായ വിഷയങ്ങളിൽ മനോഹരമായിട്ട് കവിത എഴുതാം കേട്ടോ.